ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് കൃഷ്ണരാജ്. വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. നിങ്ങൾ BE അഥവാ B.Tech അതുമല്ലെങ്കിൽ MBA കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണോ? ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടേഷനുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ, പബ്ലിക് സെക്ടർ സ്ഥാപനത്തിൽ, ടെക്നോളജി മേഖലയിൽ നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? മാസം 60,000 രൂപ ശമ്പളത്തിൽ മികച്ച ഒരു അവസരം നിങ്ങളെ തേടിയിരിക്കുന്നു. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബാംഗ്ലൂർ ഏറ്റവും മനോഹരമായ ഒരു തൊഴിലവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ വിവരങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. വളരെയധികം ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, വളരെയധികം വളർച്ചാ സാധ്യതയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ടെലികോം മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഉപകരണങ്ങളുടെയും എക്യുപ്മെൻസിൻ്റെയും മാനുഫാക്ചറിങ്ങിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അവർ ബാംഗ്ലൂർ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനം അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഏറ്റവും മികച്ച ഒരു സാലറി പാക്കേജോട് കൂടിയാണ് ഇവർ ഈ അവസരം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. യങ് പ്രൊഫഷണൽ എന്ന തസ്തികയിലേക്കാണ് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. പല പല മേഖലകളിലായി നമുക്ക് അവസരങ്ങളുണ്ട്. ഞാനത് ഓരോന്നായി നിങ്ങൾക്കൊന്ന് സൂചിപ്പിച്ചു തരാം. ഒന്നാമത്തെ അവസരം പ്രോജക്റ്റ് മേഖലയിലാണ്. അത് 10 അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഥവാ ഇതിന് തുല്യമായുള്ള ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BE ഇതിലേതെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ പ്രായം 32 വയസ്സിൽ കവിയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാം. മന്ത്ലി സാലറി 60,000 ആണ് ഈ പ്രോജക്റ്റ് മേഖലയിൽ അവർ നൽകുന്നത്. പ്യുവർലി ടെക്നിക്കൽ ജോബാണ്. നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. രണ്ടാമത് ഫിനാൻസ് മേഖലയിലുള്ള അവസരമാണുള്ളത്. അവിടെയും സാലറി 60,000 പെർ മന്ത് തന്നെയാണ്. അവിടെ കൂടുതൽ അവസരങ്ങളുള്ളത് CA അഥവാ CMA, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ, CA ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അല്ലെങ്കിൽ CMA ക്വാളിഫിക്കേഷൻ ഉള്ളവർ. ഇനിയും അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി, അതിനോടൊപ്പം ഒരു PGDM, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. 32 വയസ്സിൽ കവിയരുത്. ഫിനാൻസ് മേഖലയിലേക്ക് അതിലും 8 ഒഴിവുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. മാർക്കറ്റിംഗിൽ 7 ഒഴിവുകളുണ്ട്. അത് MBA അഥവാ PGDM പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ അവസരങ്ങൾ ലഭ്യമാവുക. അവിടെയും ശമ്പളം ഇത് തന്നെ, 32 വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം ഉണ്ട്. പിന്നെ വരുന്നത് പ്രൊഡക്ഷൻ അഥവാ മാനുഫാക്ചറിങ് മേഖലയിലെ ഈ 6 ഒഴിവുകളാണുള്ളത്. അതും വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഈ 2 മേഖലയിലുള്ളവർക്കാണ് പ്രൊഡക്ഷൻ അഥവാ മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് അവസരങ്ങളുള്ളത്. എഗെയിൻ സാലറി 60,000 പെർ മന്ത് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായുള്ള എല്ലാ ബെനിഫിറ്റുകളും പിന്നീട് ഫ്യൂച്ചറിൽ കരിയർ ഗ്രോത്തുമായി ബന്ധപ്പെട്ടും ശമ്പളവുമായി ബന്ധപ്പെട്ടും കിട്ടും. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രിവിലേജ് 60,000 പെർ മന്ത് സ്റ്റാർട്ടിംഗ് സാലറി എന്ന ആ വലിയൊരു ആകർഷണീയതയാണ്. അതുകൊണ്ട് ഇതിൽ ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ്, നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവരുടെ ആദ്യ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ ഈ മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഈ ഷോർട്ട് ലിസ്റ്റിൽ സെലക്റ്റഡ് ആകുന്നവർ അവർക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പിന്നീട് ഒരു ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചാൽ, നല്ല രീതിയിൽ ഇൻ്റർവ്യൂസിനൊന്ന് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇത് ഏറ്റവും മികച്ച ഒരു അവസരം എന്ന് തന്നെ പറയാം. 3 മാസത്തെ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും ഉള്ളത്. സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ 3 മന്ത്സ് പ്രൊബേഷൻ നമുക്കുണ്ടായിരിക്കും. അതിനുശേഷം നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, നവംബർ 18-ാം തീയതിയാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് നേരത്തെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ നവംബർ 18 വരെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറുക, ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ഈ സുന്ദരമായ അവസരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് എല്ലാവിധത്തിലും ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ ഇന്ത്യ പ്രസ്.